ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 9H എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റായി ഇൻഫിനിക്സ് പുറത്തിറക്കിയ മൊബൈലിനെ പറ്റിയാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിന്ന് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വീഡിയോയിൽ പോകാം. ഈ ഫോണിൽ മിൻറ്റ് ഗ്രീൻ, മെറ്റാലിക് ബ്ലാക്ക്, കോറൽ ഗോൾഡ്, നിയോ ടൈറ്റാനിയം എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ ഫോൺ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഡ്യൂറബിൾ ഫോണാണ്. ഈ ഫോണിൽ IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇത് സ്മഡ്ജ് ഫ്രീ ഗ്ലാസ് ബാക്കാണ് വരുന്നത്. ഫിംഗർ പ്രിൻ്റ് ഒന്നും ഈ ഫോണിൻ്റെ ബാക്കിൽ പെട്ടെന്ന് പറ്റിപ്പിടിക്കില്ല. ഇതിൽ ഡുവൽ ഫ്ലാഷ് ആണ് ബാക്കിൽ വരുന്നത്. ബാക്കിൽ 2 ഫ്ലാഷ് ഉണ്ട്, ഫ്രണ്ടിലും ഫ്ലാഷ് ഉണ്ട്. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ച് ഹോൾ ക്യാമറയുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഫ്ലാഷും കൂടി ഇത് വരുന്നുണ്ട്. ഇത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. ഇതിൽ 90 Hz സപ്പോർട്ട് ചെയ്യുന്ന 6.7 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നില്ല. ഈ പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. സാരി അത് കുഴപ്പമില്ല. ഇത് വിലയുള്ള ഫോണുകളിൽ ഇങ്ങനത്തെ ഡിസ്പ്ലേ തന്നെയാണ് കിട്ടാറുള്ളത്. ഈ ഫോണിൽ 500 nits ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഇത് DTSൻ്റെ ഓഡിയോ പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഈ ഒരു വിലയിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇതിൽ 13 മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ ബാക്കിൽ വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഒരു AI സെൻസറും ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതിൽ ഐഫോണിലത്തെ പോലെ ഐഫോണിൻ്റെ ഡൈനാമിക് ഐലൻഡ് പോലെ ഡൈനാമിക് ബാർ എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട്. ഈ ഡൈനാമിക് ബാറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡൈനാമിക് ബാറിൽ കാണിക്കുന്നതാണ്. പാട്ട് പ്ലേ ചെയ്യുമ്പോൾ കാണിക്കും, കോൾ വരുമ്പോൾ കാണിക്കും, അങ്ങനെ ഉണ്ട്. ഇതിൽ 3+3 എക്സ്പെൻഡബിൾ റാമാണ് വരുന്നത്. ഇതിൽ LPDDR4X റാമും eMMC 5.1 സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിൽ 5600 mAh ബാറ്ററിയോടൊപ്പം 10 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. 5000 mAh ബാറ്ററി ലിത്തിയം അയൺ പോളിമർ ടെക്നോളജി അടങ്ങിയിട്ടാണ് വരുന്നത്. ഇതിൽ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി ഹീലിയോ G50 പ്രോസസ്സറാണ് വരുന്നത്. നോർമൽ യൂസിനൊക്കെ നല്ല പ്രോസസ്സറാണ്. നമുക്ക് ചെറിയ ഗെയിമുകൾ മാത്രമാണ് ഈ പ്രോസസ്സർ ഉപയോഗിച്ച് കളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് XOS 14 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ഗോയിലാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 188 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. തിക്നെസ് ആണെങ്കിൽ 8.35 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 6199 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ്. ഓഫർ കഴിയുമ്പോൾ ഈ ഫോൺ 6699 രൂപയ്ക്കാവും കിട്ടുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.